KCCയുടെ ജില്ലാ സെക്രട്ടറി പ്രിയപ്പെട്ട ഹാരിസ്, പ്രിയപ്പെട്ട ആനന്ദൻ, അതുപോലെ പ്രിയപ്പെട്ട മജീദ് സാഹിബ്, നാലകത്ത് ഷൗക്കത്ത് സാഹിബ്, മുസ്ലിം ലീഗിൻ്റെ നിയോജക മണ്ഡലം ഭാരവാഹികൾ, നേതാക്കളെ, സഹോദരങ്ങളെ, നമ്മൾ ഇന്നത്തെ പരിപാടിയിൽ നമ്മുടെ ഷെഡ്യൂൾ പ്രകാരം എല്ലാ നേതാക്കന്മാരും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നേതാക്കളുടെ പ്രസംഗം മാത്രമാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഞാനതിലെ പൊട്ടു തേങ്ങിടുന്ന മാതിരി ഒരു തൽക്കാലത്തേക്കുള്ള ടൈം ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ഒരു കാര്യം നമുക്കുറപ്പാണ്, UDF-ൻ്റെ പ്രവർത്തകന്മാരും നേതാക്കന്മാരും ഉള്ളിടത്തോളം കാലം MLA എന്ന നിലക്ക് എനിക്കൊരു തരിമ്പും മുന്നോട്ട് പോകാൻ ഒരു പ്രയാസവുമില്ല. പിന്നെ നമുക്കെതിരെ അവർ കൊണ്ടുവരുന്ന ഏത് ആരോപണവും അതിന് പച്ചവെള്ളം പോലെ മറുപടി പറയാൻ നമ്മുടെ കയ്യിലുള്ളപ്പോൾ, പിന്നെ CPIM അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് തട്ടിപ്പെന്ന് പറയുന്നത്. അവരത് ശീലമാക്കിയ ആളുകളാണ്. എന്നാൽ ഞാൻ മുസ്ലിം ലീഗിൻ്റെ MLA ആണ്, ഞങ്ങളത് ശീലമാക്കിയ പാർട്ടി അല്ല എന്ന് CPM-കാരെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ നേരായ വഴിയിലാണ്. നേരായ വഴിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഏത് പ്രശ്നങ്ങളെയും തരണം ചെയ്യാൻ നമുക്ക് നമ്മുടെ പാർട്ടിയും മുന്നണിയും ധാരാളം മതിയെന്ന് നേരത്തെ തന്നെ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞത്. ഞാൻ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നേ ഇല്ല. കാരണം ആ വിഷയത്തിന് വേണ്ടിയോ അതിൻ്റെ വിശദീകരണത്തിന് വേണ്ടിയോ അല്ല ഇന്ന് UDF-ൻ്റെ ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഈ പരിപാടി നേരത്തെ ഉസ്മാൻ ഇവിടെ പ്രസംഗം തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ പരിപാടിയുടെ ഉദ്ദേശം അടുത്ത തെരഞ്ഞെടുപ്പിന് സജ്ജമാകാനുള്ള നമ്മുടെ തുടക്കത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ അതിശക്തമായ രാഷ്ട്രീയമാണ് പറയുന്നത്. നിങ്ങൾക്ക് രാഷ്ട്രീയം പറയാനുണ്ടെങ്കിൽ രാഷ്ട്രീയം പറയുക. വ്യക്തിപരമായ ആക്ഷേപങ്ങൾ കൊണ്ടും അധിക്ഷേപങ്ങൾ കൊണ്ടും നിങ്ങൾ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ഏത് ആക്ഷേപങ്ങളും ഞങ്ങൾക്ക് ഭയപ്പാടില്ല. ഞങ്ങളുടെ രീതി അതല്ല. ഞങ്ങൾ പറയുന്നത് ഈ നാട്ടിലെ പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ്. ഞാൻ കഴിഞ്ഞ 4 വർഷക്കാലം ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ഒരാളാണ്. നിങ്ങൾക്കെന്നെ വിമർശിക്കാൻ ഏതെങ്കിലും തരത്തിൽ കഴിയുമെങ്കിൽ നിങ്ങൾ അതിൻ്റെ തെളിവുകളുമായി എന്നെ വിമർശിച്ചോളൂ. എന്നെ വിമർശിക്കാൻ ജനാധിപത്യപരമായി ഒരു അവകാശക്കുറവും നിങ്ങൾക്കില്ല. പക്ഷേ അത് വസ്തുതയുടെ ബലത്തിലാകണം. നിങ്ങൾക്ക് ആരെയും ഏത് തരത്തിലും പേപ്പട്ടിയാക്കി അടിച്ചു കൊല്ലാം എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അത് UDF മതി എനിക്ക് ധാരാളം പ്രതിരോധിക്കാൻ എന്ന് ഞാൻ പറയാം. നമുക്ക് മുന്നോട്ട് പോകണം. നമ്മൾ കാണുന്ന ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം 10 വർഷം കഴിഞ്ഞും ഈ നാട് എങ്ങനെയാകണമെന്ന് നമ്മൾ കാണുന്ന സ്വപ്നമാണ്. ഞാൻ CPM-ന്റെ സുഹൃത്തുക്കളോട് ഇവിടെ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് ചോദിക്കൂ. നിങ്ങളുടെ LP സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയോട് നിങ്ങൾ ചോദിക്കൂ. നിങ്ങൾ UP സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയോട് നിങ്ങൾ ചോദിക്കൂ. ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടിയോട് നിങ്ങൾ ചോദിക്കൂ. ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന കുട്ടിയോട് ചോദിക്കൂ. ഇവിടെ പ്രൊഫഷണൽ കോളേജുകളിൽ പഠിക്കുന്ന പെരിന്തൽമണ്ണയിലെ കുട്ടികളോട് ചോദിക്കൂ, എന്താണ് അവർക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന്. അത് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ നാട്ടിലെ സാധാരണക്കാർക്ക് അത് മനസ്സിലാവുന്നുണ്ട്. CPM-ന്റെ പ്രശ്നം ഞങ്ങൾക്കറിയാം. നിങ്ങൾ വിചാരിക്കുന്ന എല്ലാ പുലിമടയിലേക്കും ഞങ്ങൾ കയറി തുറങ്ങിയതാണ് നിങ്ങളുടെ പ്രശ്നം. ഞാനൊരു കാര്യം കൂടി പറയാം. ഒരാളെയും ഭയപ്പെട്ട് ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിൽ നിന്ന്, ഏതെങ്കിലും ഞങ്ങൾ തുടങ്ങി വെച്ച പരിപാടിയിൽ നിന്ന് ഇവിടെ UDF-ന്റെ നേതാക്കന്മാർ ഇവിടെ കൃത്യമായി പറഞ്ഞ ഒരു കാര്യമുണ്ട്. നമ്മൾ എന്താണോ ജനങ്ങൾക്ക് വേണ്ടി തുടങ്ങി വെച്ചത് അത് ഒരാളുടെയും മോരപ്പാമ്പ് കണ്ട് പിറകോട്ട് പോകാൻ തീരുമാനിച്ചിട്ടില്ല എന്നാണ് എനിക്ക് പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പറയാനുള്ളത്. നമുക്കൊരു വലിയ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം ഈ നാട്ടിലെ സാധാരണ കുട്ടികളുടെ സ്വപ്നങ്ങളെ കുറിച്ചാണ്. സാധാരണ മനുഷ്യരുടെ സ്വപ്നങ്ങളെ കുറിച്ചാണ്. അവരുടെ ജീവിതം മാറേണ്ടതിൻ്റെ ആവശ്യകതയെ കുറിച്ചാണ്. അവര് മുന്നോട്ട് പോകേണ്ട പ്രയാണ വീതികളിൽ നമ്മൾ നിലയുറപ്പിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ്. ഇടതുപക്ഷമോ എന്താണ്? ബഹുമാന്യനായ ബഷീർ സാഹിബിനോട് വളരെ വ്യക്തതയോടെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഒരു ഗവൺമെന്റിന്റെ പ്രയോറിറ്റി എന്താണ്? ഈ നാട് ഭരിക്കുന്ന ഒരു സർക്കാരിന് നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന പ്രയോറിറ്റി എന്താണ്? മുൻഗണന എന്താണ്? ഇവിടെ ബഹുമാന്യനായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇരിക്കുന്നു. എന്താണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രയോറിറ്റി? ഇവിടെ ബാങ്ക് പ്രസിഡന്റ് ഇരിക്കുന്നു. എന്താണ് നമ്മുടെ പെരിന്തൽമണ്ണ ബാങ്കിന്റെ പ്രയോറിറ്റി? ഞങ്ങൾക്കൊക്കെ പ്രയോറിറ്റികളുണ്ട്. ആ പ്രയോറിറ്റി ഈ നാട്ടിലെ സാധാരണക്കാർക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു സഹായം കൊടുക്കണം. ഒരു മുച്ചക്ര വാഹനം കൊടുക്കണം.
അംഗപരിമിതരായ ആളുകൾ. ഇവിടെ ബാങ്ക് എത്ര വീടുകൾ കൊടുത്തു അല്ലേ ഫാറൂഖ് സാഹിബ്? എന്താണ് നമ്മുടെ ലക്ഷ്യം? ഒരു ബാങ്ക് നടത്തുമ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണ്? ഒരു മുനിസിപ്പാലിറ്റി നടത്തുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? ഈ കാണുന്ന നമ്മുടെ തൊട്ടടുത്ത് കാണുന്ന ഒരു ഫ്ലാറ്റ് ഉണ്ട്. ഞങ്ങള് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ബഷീർ മാഷ്, നമ്മള് ഫാറൂഖ് സാഹിബ്, ഞങ്ങൾ എല്ലാവരും കൂടി നമ്മുടെ ഈ മൂക്കിന് താഴെ മുനിസിപ്പാലിറ്റി പണിത ഒരു ഫ്ലാറ്റ് ഉണ്ട്. ആ ഫ്ലാറ്റിൽ നിന്ന് സീവേജ് എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റിലെ വേസ്റ്റ്, നിങ്ങൾ നോക്കണം, മനുഷ്യന്മാര് ജീവിക്കുന്ന സ്ഥലത്ത് കൂടെ ടോയ്ലറ്റിലെ വേസ്റ്റ് ഒഴുകുകയാണ്. അത് മുറിച്ചു കടന്നു പോകേണ്ടി വരുന്ന മനുഷ്യരുടെ ദുരവസ്ഥയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. പണ്ട് തോട്ടിപ്പണിക്കാരെ കുറിച്ച് നോവൽ എഴുതിയ കഥാകാരന്മാരുള്ള നാടാണ്. എന്നാൽ അവർ മുനിസിപ്പാലിറ്റിയിലേക്ക് പിന്നെയും വന്നാൽ അടുത്ത തോട്ടിക്കാരന്റെ മകനെ കുറിച്ച് മാത്രമല്ല കുടുംബത്തെ കുറിച്ച് നോവൽ എഴുതുന്ന തരത്തിലേക്കാണ് അവരുടെ ഭരണം. എന്നാൽ നമ്മുടെ ഭരണം, നമുക്ക് അധികാരമുള്ള സ്ഥലത്തോ? ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്കൊരു യാതൊരു തരത്തിലുള്ള ഒരാശയവുമില്ല, നിങ്ങൾക്കൊരു തരത്തിലുള്ള സംവിധാനങ്ങളുമില്ല, നിങ്ങൾക്ക് നാളെ ഈ നാട്ടിൽ ജീവിക്കുന്ന ജനങ്ങളെ കുറിച്ചൊരു ബോധ്യവുമില്ല. നിങ്ങൾക്ക് ആകെ ഉള്ളത് എന്താ? നിങ്ങൾക്ക് അടിച്ചു മാറ്റം എല്ലാ സംവിധാനത്തിൽ നിന്നും. നിങ്ങൾ നോക്കൂ, ഈ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട മുഴുവൻ കരുവന്നൂരടക്കമുള്ള ബാങ്കുകളിലെ വളരെ ഭീകരമായ സാമ്പത്തിക തട്ടിപ്പുകൾക്ക് പിറകിലാരായിരുന്നു? ഇപ്പൊ ബഷീർ മാഷ് ഇവിടെ ഉണ്ടായി. ഇപ്പൊ കഴിഞ്ഞ ദിവസം കുന്നപ്പള്ളിയിലെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ വിഷയങ്ങൾ നടക്കുകയാണ്. ഇത് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിന്റെ കഥകളാണ്. ഞങ്ങൾക്കറിയാം, നിങ്ങളുടെ ഓരോ നേതാക്കന്മാരുടെയും കഥകൾ ഞങ്ങൾ ആവശ്യമുള്ളപ്പോൾ പുറത്തുവിടാൻ തന്നെ തയ്യാറായി നിൽക്കുകയാണ്. നിങ്ങൾ വിചാരിക്കേണ്ട ഞങ്ങളുടെ കയ്യിൽ സാധനമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. നിങ്ങളുടെ ഓഫീസിൽ നടക്കുന്ന ചർച്ചകൾ രണ്ടാമത്തെ ദിവസം ഞങ്ങളുടെ കയ്യിൽ കിട്ടാനുള്ള സംവിധാനങ്ങൾ ഞങ്ങൾക്കുമുണ്ട്. അതൊക്കെ ഞങ്ങൾ പറയാം, കാത്തിരുന്ന് കണ്ടാ മതി. നിങ്ങൾ ആരെയാണ് ഭയപ്പെടുത്തുന്നത്? ഞാൻ നിങ്ങളോട് പ്രിയപ്പെട്ട CPM-കാരെ, ഞങ്ങളിവിടെ രാഷ്ട്രീയപരമായി നടത്തുന്ന ഈ മുന്നേറ്റത്തെ പ്രതിരോധിക്കാൻ നിങ്ങൾ വ്യക്തിഹത്യ നടത്തിയല്ല മുന്നോട്ട് വരുന്നത്. രാഷ്ട്രീയം പറയണം. കേരളത്തിന്റെ ഒരു ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥതയെ കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഞങ്ങൾ BJP-യുടെ ഭരണത്തിന്റെ വൈകല്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരു രാജ്യമാകെ വർഗീയ വിഭജനത്തിന്റെ, ഹേട്രഡിന്റെ ഏറ്റവും വലിയ ഭീകരമായ ഒരു സ്ഥലമാക്കി മാറ്റുകയാണ് നരേന്ദ്രമോദി. മോദി മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണ്? മോദി മുന്നോട്ട് വെക്കുന്ന ഭയപ്പെടുത്തൽ എന്താണ്? മോദി മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പതാ വഖഫ് ബോർഡിന്റെ ബില്ല്, വഖഫ് ബില്ല് വരാൻ പോവുകയാണ്. നിങ്ങൾ നോക്കൂ, വഖഫ് ബില്ല് കൊണ്ടുവരുന്നത് എന്തിനാണ്? ആളുകൾക്കിടയിൽ സംശയം ഉണ്ടാക്കുക, ആളുകൾക്കിടയിൽ പരസ്പരമായിട്ടുള്ള അവിശ്വാസം ഉണ്ടാക്കുക, ആളുകൾക്കിടയിൽ വളരെ ദുർഗ്രഹമായ സാമൂഹ്യ വിഭജനം ഉണ്ടാക്കുക, എന്നിട്ട് രാഷ്ട്രീയത്തിൽ ലാഭം കൊയ്യുക. ഇതല്ലേ ഇവിടെ CPM-ഉം അതേ മാതൃകയിൽ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ ഇവിടെ ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. അതാണ് പ്രിയപ്പെട്ട ബഷീർ സാഹിബ് ഇവിടെ പറഞ്ഞത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഇക്കാലം അത്രയും ഒരു വോട്ടിന് വേണ്ടി ഒരു സ്ഥലത്തും ഒരു വർഗീയ വിഭജനത്തിന് നമ്മൾ കൂട്ടുനിന്നിട്ടില്ല എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ഗ്യാരണ്ടി. മനുഷ്യന്മാരെ തമ്മിലടുപ്പിച്ചുകൊണ്ട്, മനുഷ്യന്മാരെ തമ്മിൽ തല്ലിച്ചുകൊണ്ട് നമ്മൾ ഒരു വർഗീയത ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല. അങ്ങനെ കിട്ടുന്ന ജയം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തയ്യാറായിട്ടുണ്ട്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തയ്യാറായിട്ടുണ്ട്. അതല്ലേ രാഹുൽ ഗാന്ധി പറഞ്ഞത്? വെറുപ്പിന്റെ കടകളിൽ ഞങ്ങൾ സ്നേഹത്തിന്റെ, വെറുപ്പിന്റെ അങ്ങാടിയിൽ ഞങ്ങൾ സ്നേഹത്തിന്റെ കട തുറക്കും. ആ കടയാണ് രാഹുൽ ഗാന്ധി തുറന്നത്. പ്രതിഷേധങ്ങൾ ഉണ്ടായി, പരിഹാസങ്ങൾ ഉണ്ടായി. ആദ്യം രാഹുൽ ഗാന്ധിക്ക് നേരിടേണ്ടി വന്നത് കടുത്ത പരിഹാസങ്ങളാണ്. എന്തെല്ലാം ആക്ഷേപങ്ങൾ, എന്തെല്ലാം അപഖ്യാതികൾ, എന്തെല്ലാം പരിഹാസങ്ങൾ, എന്തെല്ലാം ചീമുട്ട ഏറുകൾ, എന്തെല്ലാം വൃത്തികെട്ട പരാമർശങ്ങൾ. അദ്ദേഹത്തെ എത്ര വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി നൂറുകണക്കിന് ആളുകളെ സ്റ്റാഫിൽ വെച്ചിട്ട് ഡിജിറ്റൽ സംവിധാനം ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരണങ്ങളുടെ പരമ്പരയായിരുന്നു ഒരു കാലത്ത്. ആ വാർ റൂമുകൾക്ക് ജനങ്ങളെ തോൽപ്പിക്കാനായില്ല. അങ്ങനെയാണ് 4000 കിലോമീറ്ററുകൾ ഇന്ത്യയുടെ പ്രിയപ്പെട്ട പുത്രൻ നടന്നുപോയി. നമ്മുടെ പെരിന്തൽമണ്ണയിലൂടെ രാഹുൽ ഗാന്ധി നടക്കുമ്പോ നമ്മൾ ഉണ്ടായിരുന്നു കൂടെ നടക്കാൻ. ആ മഹാനായ നേതാവ് അടിവെച്ചുപോയ ഓരോ സ്ഥലങ്ങളിലും പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി പൂക്കൾ വിതറിയാണ് കടന്നുപോയത്.
സ്നേഹത്തിന്റെ പൂക്കൾ. അവസാനം നമ്മൾ ഇന്നും ഓർമ്മിക്കുന്നു, രാഹുൽ ഗാന്ധി കശ്മീരിലെത്തിയ ഒരു ദിവസം മഞ്ഞു പെയ്യുന്ന ഒരു സായാഹ്നത്തിൽ മഞ്ഞു വീഴ്ചക്കിടയിലാണ് രാഹുൽ ഗാന്ധിയുടെ അതിവൈകാരികമായ പ്രസംഗം നടക്കുന്നത്. അവിടെ പറഞ്ഞു, ലാൻഡ് ബോംബ് പൊട്ടും, രാഹുൽ ഗാന്ധിക്ക് അങ്ങോട്ട് കടക്കാൻ അനുവാദമില്ല, സുരക്ഷാ വീഴ്ചയുണ്ടായി. KC വേണുഗോപാൽ, കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ്, ആ നിമിഷം ഓടിയെത്തിയിട്ട് അദ്ദേഹം കലഹിക്കുന്നത് നമ്മൾ കണ്ടു. CRPF-മായി കലഹിക്കുന്നത് നമ്മൾ കണ്ടു. എന്താണ് രാഹുൽ ഗാന്ധിക്ക് നിങ്ങൾ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്, പിൻവലിച്ചത് എന്തിനാണ് എന്ന് ചോദിച്ചു. പക്ഷെ രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്താണ്? എനിക്ക് കശ്മീരിലേക്ക് വരാൻ ഒരു തടസ്സവുമില്ല, എനിക്ക് കശ്മീരിലേക്ക് വരാൻ ഒരു സുരക്ഷാ സംവിധാനവും വേണ്ട, കാരണം ഞാൻ കാശ്മീരികളുടെ ഹൃദയവേദന അറിയുന്ന നേതാവാണ്. എന്തുകൊണ്ട്? കശ്മീരിലെ ജനങ്ങളെ അദ്ദേഹം സ്വീകരിക്കുമ്പോ റോസാപ്പൂക്കളുമായിട്ടാണ് കുട്ടികൾ രാഹുൽ ഗാന്ധിയുടെ അടുത്തേക്ക് വന്നത്. നമ്മൾ കാണുന്നില്ലേ ആ വീഡിയോ? ഇപ്പോഴും എന്തൊരു വൈകാരികമാണ് പ്രിയപ്പെട്ടവരെ. രാഹുൽ ഗാന്ധിയെ കാത്തിരിക്കുന്ന കുട്ടികൾ, അവർ റോസാപ്പൂക്കളുമായി പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയെ ചേർത്തു പിടിച്ച് കരയുകയാണ്. അവരുടെ അച്ഛൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അവരുടെ വാപ്പ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അവരുടെ ഉമ്മ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അവരുടെ വല്യുമ്മ നഷ്ടപ്പെട്ടിട്ടുണ്ട്. രാഹുൽ ഗാന്ധി അവരോട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ മനസ്സ് വായിക്കാൻ കഴിയും. നിങ്ങളെപ്പോലെ ഒരച്ഛൻ പിടഞ്ഞു വീണുപോയത് കണ്ടു നിന്ന മകനാണ് ഞാൻ. എന്തൊരു വൈകാരികതയായിരുന്നു ആ പ്രസംഗത്തിന്. നിങ്ങളെപ്പോലെ ഒരു മുത്തശ്ശി പിടഞ്ഞു വീണപ്പോ കരഞ്ഞു തീർത്ത ബാല്യമായിരുന്നു എന്റേത്. എന്തൊരു വൈകാരികതയായിരുന്നു ആ പ്രസംഗത്തിന്. BJP പറഞ്ഞത് രാഹുൽ ഗാന്ധി ശ്രീനഗറിലേക്ക് കടക്കാൻ കഴിയില്ല എന്നായിരുന്നു. എന്നാൽ രാഹുൽ ഗാന്ധി കടന്നുപോയില്ലേ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രതീക്ഷയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ രാജ്യം വർഗീയമല്ല എന്ന് നാം തിരിച്ചറിയണം. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് വർഗീയമാകാൻ കഴിയില്ല എന്നതാണ് അതിന്റെ DNA. നമ്മുടെ രാജ്യത്തിന്റെ DNA അതാണ്. ഒരു വർഗീയതയോടും താതാത്മ്യം പ്രാപിക്കാൻ സാധിക്കാത്ത ഒരു DNA ഉള്ള രാജ്യം ലോകത്തുണ്ടെങ്കിൽ അത് ഇന്ത്യ രാജ്യമെന്ന് 1000 വട്ടം നമുക്ക് പറയാൻ കഴിയും. ഈ രാജ്യത്തിന് വർഗീയതയില്ല. പക്ഷെ ഈ രാജ്യത്ത് വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്ക് താൽക്കാലിക ലാഭത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ മാത്രമാണ്. ആ ശ്രമങ്ങൾ എത്ര ദയനീയമായി തോറ്റു. എന്താ മോദി പറഞ്ഞത്? ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ നരേന്ദ്രമോദി പറഞ്ഞത്, ഈ രാജ്യത്ത് ഞങ്ങൾ 4/3 ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരും, അല്ലെ? ഞങ്ങൾ ഭരണഘടന മാറ്റി എഴുതും, ഞങ്ങൾ ഇന്ത്യയിൽ പുതിയ നിയമങ്ങൾ നിർമ്മിക്കും. ഈ നിയമനിർമ്മാണത്തിന് മോദി വരട്ടെ. ഏതൊക്കെ നിയമങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കാനാകുമെന്ന് നമുക്ക് കാണാം. അത് പാർലമെന്റിനകത്ത് നടക്കുമോ എന്ന് നമുക്കറിയാം. അത്ര ശക്തമായി പ്രതിപക്ഷ നിരയെ വളർത്തിക്കൊണ്ടുവരാൻ രാഹുൽ ഗാന്ധിയുടെ ഒരു നടത്തത്തിന് സാധിച്ചു. ഒരു പക്ഷെ കാത്തിരിക്കേണ്ടി വരാം. നമ്മൾ ഇനിയും 5 വർഷം കൂടി കാത്തിരിക്കേണ്ടി വന്നു ഈ ഇന്ത്യ രാജ്യത്ത്. പക്ഷെ നിരാശയില്ല. കോൺഗ്രസ് തോൽക്കുമ്പോ ആർക്കാണ് ആഹ്ലാദം? നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തോൽക്കുമ്പോ ആർക്കാണ് സന്തോഷം? ഇവിടെ സന്ദീപ് വാര്യർ നമ്മുടെ നാട്ടുകാരനാണ്. അദ്ദേഹം വെറുപ്പിന്റെ കടയിലായിരുന്നു കച്ചവടം ചെയ്തത്. വെറുപ്പിന്റെ കടയിലായിരുന്നു സന്ദീപ് വാര്യർ ഉണ്ടായിരുന്നത്. അദ്ദേഹം മനസ്താപത്തോടെ അത് ഏറ്റുപറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് സ്നേഹത്തിന്റെ കടയിലേക്ക് വരണം. ഈ പെരിന്തൽമണ്ണയിലെ മനുഷ്യർക്കിടയിലൂടെ, നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്ത് ചെത്തല്ലൂരിലെ മനുഷ്യർക്കിടയിലൂടെ ജീവിച്ച ഒരു മനുഷ്യന് തിരിച്ചറിവുണ്ടാവുകയാണ്. എനിക്ക് തിരിച്ചു വരണം. ഈ വർഗീയതയിൽ നിന്ന് എനിക്ക് മോചനം വേണം. ഈ വർഗീയ വിദ്വേഷത്തിൽ നിന്ന് എനിക്ക് തിരിച്ചു വരണം. ആരെയാണ് സന്ദീപ് വാര്യർ സമീപിച്ചത്? സന്ദീപ് വാര്യർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൂമത്തെ ഒരുക്കി കാത്തിരുന്നില്ലേ? ഒരു പുതിയാപ്പിളയെ കാത്തിരിക്കുന്ന പോലെ ബെഡ് ഒരുക്കി കാത്തിരുന്നു. എന്താ പറഞ്ഞത്? ക്രിസ്റ്റൽ ക്ലിയർ ലീഡറാണ് സന്ദീപ് വാര്യരെ കുറിച്ച്, അല്ലേ? ക്രിസ്റ്റൽ ക്ലിയർ ലീഡറാണ്. എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാ കൊടുത്തത് അവര് വിചാരിച്ചു. എന്നാൽ സന്ദീപ് വാര്യർ ഇടത്തോട്ട് സിഗ്നൽ ഇട്ട് വലത്തോട്ട് അങ്ങോട്ട് കയറ്റി വണ്ടി. അപ്പോഴാണ് ഇവരാകെ കിളി പോയത്. ഇടത്തോട്ട് തന്നെ സന്ദീപ് വാര്യർ വന്നെങ്കിൽ ആ ക്രിസ്റ്റൽ ക്ലാരിറ്റിക്ക് ഒരു കുറവുമില്ല. സന്ദീപ് വാര്യർ വരേണ്ടടുത്ത് വന്നു. കാരണം സന്ദീപ് വാര്യർക്ക് ഒരു കാര്യം മനസ്സിലായി, BJP പിന്നെ CPM-ക്ക് പോയാൽ വലിയ മാറ്റമൊന്നുമില്ല, മാറ്റം വേണമെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വരണം എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. അതുകൊണ്ടാണ് സന്ദീപ് വാര്യർ ഏതാനും സമയത്തിനകം ഇവിടെ എത്തിച്ചേരുക. അദ്ദേഹത്തിന്റെ കഥ പറയും. എന്തുകൊണ്ടാണ്
എന്നിട്ടോ മാരാർജി ഭവനിൽ ഉണ്ടായിരുന്ന ദുഃഖമല്ല AKG സെന്ററിൽ ഉണ്ടായത്. അവിടെ കൂട്ടക്കരച്ചിലാണ് സന്ദീപ് വാര്യർ അങ്ങോട്ട് പോയപ്പോൾ. എന്തൊരു തെരഞ്ഞെടുപ്പ് വിജയമാണ് നമ്മൾ ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ എല്ലാം നേടിയത്. CPM-ന് പ്രതിരോധിക്കാൻ കഴിയാത്ത തെരഞ്ഞെടുപ്പ് വിജയങ്ങളല്ലേ നമ്മൾ അടിക്കടി നേടിയത്. പാലക്കാട് ഉപയോഗിക്കാത്ത എന്തെങ്കിലും വൃത്തികെട്ട ആക്ഷേപങ്ങളുണ്ടോ, ബാക്കിയുണ്ടോ? അവസാനം ഒരു നീലപ്പെട്ടി വന്നു, പണം കടത്തി എന്ന് പറഞ്ഞു. ആ തെരഞ്ഞെടുപ്പിനൊക്കെ നേതൃത്വം കൊടുത്ത ശ്രീ ബാബുരാജ് ഇവിടെയുണ്ട്. എന്തെല്ലാം ആക്ഷേപങ്ങൾ! ആ ആക്ഷേപങ്ങൾക്കിടയിൽ നിന്ന് ഫിനിക്സ് പക്ഷിയെ പോലെയാണ് പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടം ജയിച്ചു കയറിയത്. എന്താ രാഹുലിന്റെ ജയത്തിന്റെ തിളക്കം? നിങ്ങൾ മനസ്സിലാക്കണം. രാഹുലിന്റെ തിളക്കം എന്ന് പറയുന്നത് രാഹുലിനെതിരെ ഉപയോഗിക്കാൻ കഴിയുന്ന സകല വർഗീയതയും ഉപയോഗിച്ചു. ഞങ്ങൾ ആ തെരഞ്ഞെടുപ്പിൽ കുറച്ച് നന്നായി പണിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ചില ആൾക്കാർക്ക് ചില ചൊറിച്ചിൽ അധികം ഞങ്ങളോടുണ്ടാകും. ആ ചൊറിച്ചിൽ മാന്തി തീർത്താൽ മതി, നിങ്ങൾ പെരിന്തൽമണ്ണയിലേക്ക് കണ്ണു വെക്കണ്ട എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഞങ്ങൾ അവിടെ പണിയെടുത്തു. ഞങ്ങൾ എടുത്ത പണി എന്തിനാ? രാഹുലിന്റെ ജയം ഉറപ്പിക്കാൻ നമ്മൾ ആദ്യമായിട്ട് പണിയെടുത്തിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയാണ്? ജനാധിപത്യം ജയിക്കാനാണ്, വർഗീയത തോൽക്കാനാണ്. എല്ലാ നേതാക്കളും ഒരുമിച്ച് പറഞ്ഞൊരു കാര്യം എന്താണ്? ഇവിടെ മത്സരം നടക്കുന്നത് BJP-യും കോൺഗ്രസും തമ്മിലാണ്, UDF-ഉം BJP-യും തമ്മിലാണ്. BJP-യും UDF-ഉം മത്സരം നടക്കുന്നിടത്ത് CPIM ശ്രമിക്കുന്നത് നുഴഞ്ഞു കയറി BJP-യെ ജയിപ്പിക്കാനാണ്. നമ്മൾ പറഞ്ഞു, നിങ്ങൾ ഒരു വോട്ട് CPM-ന് ചെയ്താൽ അതിന്റെ ഫലം BJP അനുഭവിക്കും. വോട്ടെണ്ണിയപ്പോ കണ്ടില്ലേ എവിടെയാണ് CPM നിൽക്കുന്നത്? CPM എവിടെ എത്തി? CPM അങ്ങനെ എത്താൻ എന്താണ് കാരണം? നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, CPM-കാരെ നിങ്ങളുടെ കാലിനടിയിൽ നിന്നാണ് മണ്ണൊലിച്ചു. അത് നിങ്ങൾ കണ്ടെത്തിക്കോ. നിങ്ങളിൽ നിന്നാണ് BJP-യിലേക്ക് ആള് പോകുന്നത്, കോൺഗ്രസിൽ നിന്നല്ല. പണ്ട് എന്താ പറഞ്ഞത്? പകല് കോൺഗ്രസ്, രാത്രി RSS. ഇന്ന് രാത്രിയും പകലും RSS-ന് വേണ്ടി പണിയെടുക്കുന്നവരാണ് CPM-ന്റെ മുൻനിരയിൽ നിൽക്കുന്ന വർഗീയവാദികളായ പല നേതാക്കന്മാരും. അവർ പറയുന്ന വർഗീയത എന്ത് വൃത്തികെട്ട വർഗീയതകളാണ്! വിജയരാഘവൻ വായ തുറന്നാ പറയുന്ന വർഗീയത എന്താണ്? എന്താ നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങളുടെ ഉദ്ദേശം ഒന്ന് മാത്രമാണ്. ഇവിടെ കഴിഞ്ഞ ചില തെരഞ്ഞെടുപ്പുകളിൽ, അത് ബഷീർ സാഹിബ് ഇവിടെ പറഞ്ഞല്ലോ, ചില ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോ ഇവിടെ ബീഫ് വരട്ടി വിളമ്പി, ബീഫായിരുന്നു അന്നത്തെ വിഷയം. അതിനു മുമ്പ് സദ്ദാം ഹുസൈൻ ആയിരുന്നു ഇവിടുത്തെ വിഷയം. അതിനു മുമ്പ് യാസർ അറഫാത്ത് ആയിരുന്നു ഇവിടെ പ്രശ്നം. അതിൻ്റെ ഇടയ്ക്കൊരു മലാല യൂസുഫ് സായി ആയിരുന്നു ഇവിടുത്തെ പ്രശ്നം. ഓരോ തെരഞ്ഞെടുപ്പിന് CPM-ന്റെ ചിഹ്നങ്ങൾ അതൊക്കെ ആയിരുന്നു അല്ലേ? എന്തിന്? നിങ്ങൾ താൽക്കാലിക വൈകാരികതയെ വർഗീയതയായി കൊണ്ടുവരാൻ ശ്രമിച്ചു. അപ്പോഴൊക്കെ ഞങ്ങൾ പറഞ്ഞത് രാഷ്ട്രീയമാണ്. ഞങ്ങൾ നിങ്ങളെ വ്യക്തിഹത്യ നടത്താൻ 1000 കാരണങ്ങൾ ഞങ്ങൾക്കുണ്ടെങ്കിലും അത് ചെയ്യുന്ന പാരമ്പര്യത്തിൽ നിന്നല്ല ഞങ്ങൾ വരുന്നത് എന്നതുകൊണ്ടാണ് ഞങ്ങൾ അതല്ല ചെയ്തത്. രാഷ്ട്രീയമായി നിങ്ങൾ എതിർത്തു. നിങ്ങൾ എന്തെല്ലാം വലിയ അഴിമതിയാണ് ഈ കേരളത്തിൽ നടത്തുന്നത്! എന്ത് വൃത്തികെട്ട അഴിമതിയാണ് നിങ്ങൾ നടത്തുന്നത്! കോടാനുകോടിയുടെ അഴിമതി നടത്തുന്ന കാട്ടുകള്ളന്മാരാണ് വലിയ കുറ്റവുമായിട്ട് വരുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നു, CPM, ഇത് നിങ്ങളുടെ അവസാനമാണ്. നിങ്ങളിപ്പോ ഉദ്ദേശിക്കുന്നത് ചില വർഗീയ കാർഡുകൾ കൂടി കളിച്ചാൽ കേരളത്തിൽ നിങ്ങൾക്ക് അധികാരം ഉറപ്പിക്കാം എന്നാണ്. പക്ഷെ ഈ കേരളത്തിലെ സ്വന്തമായി ബുദ്ധിയുള്ള ഒരു മനുഷ്യനും CPM-ന്റെ കൂടെയില്ല. കാരണം സാധാരണക്കാരെ നിങ്ങൾ കൈവിട്ടു. ആശാവർക്കർമാർ, നമ്മൾ ഈ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ആശാവർക്കർമാർക്കും വേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കി. ഈ പെരിന്തൽമണ്ണയിലെ 9 പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകളിലും കണക്ട് ചെയ്ത് ഈ നാട്ടിലെ ആശാവർക്കർമാർക്ക് വേണ്ടി നമ്മളൊരു ഹെൽത്ത് കാർഡ് കൊണ്ടുവന്നു. ആശാവർക്കർമാർ ഓണറേറിയം കിട്ടാതെ പിണറായിയുടെ മുമ്പിൽ കേണപേക്ഷിച്ച് സമരം ചെയ്യുമ്പോൾ, നിങ്ങൾക്കൊരു നേരം രോഗിയായി നിങ്ങൾ മാറിയാൽ, ചികിത്സക്ക് നിങ്ങൾക്ക് വഴിയില്ലെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ ഒരു ഹെൽത്ത് കാർഡ് കൊണ്ടുവന്നു. ഇവിടുത്തെ ചെറിയ ജോലി ചെയ്യുന്ന അംഗൻവാടി ആയമാർ, പാചക തൊഴിലാളികൾ, അംഗൻവാടിയിലെ ടീച്ചർമാർ, അവരൊന്നും നിങ്ങളുടെ പ്രയോറിറ്റിയിലില്ല.
നിങ്ങളുടെ പ്രയോറിറ്റിയിൽ ആരാണ്? ഈ നാട്ടിലെ വലിയ വലിയ വ്യവസായികൾ, പണം കൊടുക്കാൻ കഴിയുന്ന ആളുകൾ, വലിയ വലിയ പണക്കാരുടെ വിവാഹങ്ങൾ, പരിപാടികൾ. അല്ലാതെ എന്താ? CPM മാറിപ്പോയിരിക്കുന്നു. CPM-ന് കമ്മ്യൂണിസം നഷ്ടപ്പെട്ടിരിക്കുന്നു. EMSന്റെ നാട്ടിൽ പോലും CPM-ന് ആരെയാണ് സ്ഥാനാർത്ഥിയാക്കേണ്ടി വന്നത്? എങ്ങനെയാണ് കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി നമുക്ക് വരുന്നത്? ആ സ്ഥാനാർത്ഥി വരവിന്റെ പിറകിലെ രാഷ്ട്രീയം എന്താണ്? താല്പര്യം എന്താണ്? എന്തൊക്കെ കാര്യങ്ങളായിരുന്നു അതിന് പിറകിൽ നടന്ന നാടകങ്ങൾ? നിങ്ങൾക്ക് രാഷ്ട്രീയമായ ഒരു തെരഞ്ഞെടുപ്പിനെയും നേരിടാൻ കഴിഞ്ഞില്ല. മലപ്പുറം ജില്ലയിൽ നിങ്ങൾ അത്തരത്തിലുള്ള പണക്കാരെയല്ലേ ഓരോ തെരഞ്ഞെടുപ്പിലും ഇറക്കിയത്? എവിടെ നിങ്ങളുടെ ആശയം? എവിടെ കുടിപിടിക്കുന്ന CPM-കാർ? അവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്ത്? അവർക്ക് വേണ്ടി എന്ത് പ്രൊട്ടക്ഷനാണ് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നത്? അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് എന്ത് പരിഹാരമാണ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്നത്? അവർക്കും കൂടി സംസാരിക്കാനാണ് ഞങ്ങളുള്ളത്. ഞങ്ങൾ നിയമസഭയിൽ സംസാരിക്കുന്നത് UDF-ൽപ്പെട്ട ആശാവർക്കർമാർക്ക് വേണ്ടി മാത്രമല്ല. ഇവിടെ CPM എല്ലാ കാലത്തും ഇവിടുത്തെ കോളനികളെ അവരുടെ കുത്തകയാക്കി വെച്ചത് പട്ടിണി നിലനിന്നാലേ CPM ഉണ്ടാകൂ എന്ന ബോധ്യത്തിലാണ്. പട്ടിണി നിലനിന്നാലേ CPM ഉണ്ടാകൂ. അവർക്ക് ദാരിദ്ര്യമുള്ളിടത്ത് അവരുടെ കൊടി വളരും, സമൃദ്ധിയുള്ളിടത്ത് അവരുണ്ടാവില്ല. നമ്മൾ സ്വപ്നം കണ്ടത് പെരിന്തൽമണ്ണ സ്വപ്നം കാണുന്നത് അടുത്ത 10 വർഷങ്ങൾക്കകം പെരിന്തൽമണ്ണയിൽ ഉണ്ടാകുന്ന സാമൂഹ്യ മാറ്റങ്ങളെ കുറിച്ചാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നമ്മൾ ശ്രമിക്കുന്നത്, MLA എന്ന നിലയിൽ ഞാൻ ശ്രമിക്കുന്നത്, എൻ്റെ പ്രിയപ്പെട്ട UDF-ന്റെ നേതാക്കൾ പിന്തുണ നൽകുന്നത്, നിങ്ങൾ ഓരോരുത്തരും കൈകോർക്കുന്നത് നമുക്കൊരു നല്ല നാളേക്ക് വേണ്ടി, നമ്മുടെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയാണ്. നമ്മുടെ പ്രവർത്തനം അതിനു വേണ്ടിയാണ്. നമ്മൾ LSS മുതൽ കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുന്നു, USS മുതൽ കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുന്നു, NMMS മുതൽ കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുന്നു. എന്തിനാണ്? നാളെ കുട്ടികൾ ചരിത്രം തിരുത്തി എഴുതണം. അവർക്കതിനുള്ള വഴി ഉണ്ടാകണം. നമ്മുടെ നാട് മാറുകയാണ്, ലോകം മാറുകയാണ്. ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ട പണിയാണ് നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളത്, ജനപ്രതിനിധികൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കുമുള്ളത്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഒരുമിച്ചെടുക്കേണ്ട തീരുമാനം നാടിനെ രക്ഷപ്പെടുത്താനുള്ള തീരുമാനമാണ്. നിങ്ങൾക്ക് ഇടുങ്ങിയ രാഷ്ട്രീയം മാത്രമാണ്. പൊതുവായ വിഷയങ്ങളിൽ UDF പല ഘട്ടങ്ങളിൽ, ഇപ്പൊ നോക്കൂ, ഏറ്റവും ഒടുവിൽ വ്യവസായ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ ഒരു ഇവന്റ് നടക്കുമ്പോ വികസന വിരോധം പറഞ്ഞ് ഞങ്ങൾ ഒരിക്കലും മാറി നിന്നില്ല. ഇന്നലെ പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞത്? നിങ്ങൾ നടത്തുന്ന പരിപാടിക്ക് ഞങ്ങൾ പിന്തുണ തരാം, കേരളത്തിലേക്ക് വികസനത്തിന്റെ വഴി തുറക്കട്ടെ. എന്നാൽ ഇവർക്ക് വല്ലതും കൊണ്ടുവരാൻ കഴിയോ? ഇവര് നടത്തുന്ന വ്യവസായ വിപ്ലവം എന്താണ്? ഇവിടെ ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഗൾഫുകാരൻ ഗൾഫിൽ നിന്ന് നിർത്തി വന്നാൽ ഓൻ തെടുങ്ങുന്ന പെട്ടിക്കടക്ക്, ഓന്റെ കീശയിൽ നിന്നെടുത്ത പൈസ കൊണ്ട് ഉണ്ടാക്കിയ പെട്ടിക്കടക്ക് നമ്പർ ഇട്ടാൽ അത് നമ്മുടെ വ്യവസായ മന്ത്രിയുടെ രേഖയിൽ പുതിയ വ്യവസായ സംരംഭം തുടങ്ങിയതാണ്. ഇതാ പ്രശ്നം. നിങ്ങൾ 3 ലക്ഷം വ്യവസായം പുതുതായി തുടങ്ങി എന്ന് പറയുന്നു. അതിൽ പെരിന്തൽമണ്ണയിലെ കുറെ വ്യവസായ സ്ഥാപനങ്ങളുണ്ട്. ഞാൻ നോക്കുമ്പോ അത് ലോട്ടറി കട വരെയുണ്ട്. പുതുതായിട്ട് തുടങ്ങിയ ലോട്ടറി കട വരെ ആ വ്യവസായ സംരംഭത്തിലുണ്ട്. ഇതാണ് നിങ്ങൾ നടക്കുന്നത്. നമ്മൾ ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പിച്ചു പറയാൻ കഴിയും, 2026 തീർച്ചയായും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തിരിച്ചുവരവിന്റെ വർഷമാണ്. നമ്മൾ അധികാരത്തിലേക്ക് തിരിച്ചു വരും. ഇതിനെല്ലാം എണ്ണി എണ്ണി കണക്ക് ചോദിക്കുന്ന കാലം തന്നെയാണ് UDF-ന്റെ അധികാരത്തിലൂടെ നാം തിരിച്ചു കൊണ്ടുവരാൻ പോകുന്നത്. രാഷ്ട്രീയം അതിൻ്റെ മാന്യതയിലായിരിക്കണം. അതിൻ്റെ മാന്യത, നൊബിലിറ്റി, അതാണ് കോൺഗ്രസും മുസ്ലിം ലീഗും പറയുന്ന രാഷ്ട്രീയം. അതാണ് രാഹുൽ ഗാന്ധിയും സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും പറയുന്ന രാഷ്ട്രീയം. അതുകൊണ്ടാണ് മുനമ്പം വിഷയം വന്നപ്പോ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ക്രിസ്ത്യൻ സഹോദരങ്ങളുടെ വീട്ടിലേക്ക് ചെന്നു, അവരുടെ അരമനകളിലേക്ക് ചെന്നു, ബിഷപ്പുമാരെ കണ്ടു. അപ്പൊ ബിഷപ്പുമാര് പറഞ്ഞു, ഞങ്ങൾക്കൊരു ഇടയാളും വേണ്ട, നേരിട്ട് ഞങ്ങൾ തങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ പ്രശ്നങ്ങളെ അവസാനിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. നമുക്ക് ഈ നാട്ടിലെ മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കാൻ നമുക്കൊരു ഉദ്ദേശവും ഇല്ല. അങ്ങനെ തമ്മിൽ അടുപ്പിക്കാനായിരുന്നെങ്കിൽ 1000 അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ടായിരുന്നു. ഈ നാട്ടിലെ വർഗീയതയല്ല പ്രധാന പ്രശ്നം, ജനങ്ങളുടെ ജീവിതമാണ്. ജനങ്ങളുടെ ജീവിതം ഉയർത്താൻ നമുക്ക് കഴിയണ്ടേ? ആ ജീവിതം ഉയർത്താനാണ് UDF അതിന്റെ പ്രകടന പത്രിക എല്ലാം തയ്യാറാക്കിയത്. നമുക്കൊരു വർഷം കൂടി കാത്തിരിക്കാം.
ഈ ഒരു വർഷം UDF-ന്റെ ഓരോ പ്രവർത്തകരോടും ഓരോ പ്രിയപ്പെട്ട നേതാക്കളോടും ഞങ്ങൾ ഒരുമിച്ച് പറയുന്നു, നമുക്കൊരുമിച്ച് അടുത്ത ഈ വരാൻ പോകുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ നമ്മൾ അജയ്യമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കും. ആ മുന്നേറ്റം ഈ നാട്ടിലെ സാധാരണക്കാരുടെ ശബ്ദം ഏറ്റുവാങ്ങി ഏറ്റുപിടിച്ചുകൊണ്ടായിരിക്കും. അത് കഴിഞ്ഞ് നിയമസഭ വരും, നമ്മൾ അവിടെയും മുന്നേറും. നമുക്ക് ഈ നാട്ടിലെ സാധാരണ മനുഷ്യരുടെ പിന്തുണയുണ്ട്. കാരണം അവർ നമ്മളെ വിശ്വസിക്കുന്നുണ്ട്, അവർക്ക് നമ്മളിൽ വിശ്വാസമുണ്ട്. നിങ്ങൾ നടത്തുന്നത് എറിഞ്ഞുടക്കാനുള്ള ശ്രമമാണ്, എന്നും അങ്ങനെയാണ് അല്ലേ? ഈ ഇടതുപക്ഷക്കാര് എന്താ ഒന്ന് നിർമ്മിച്ചത് കാണിക്കാനുള്ളത്? എന്താ ഒന്ന് പടുത്തുയർത്തിയത് കാണിക്കാനുള്ളത്? നമുക്ക് 1000 സംരംഭങ്ങൾ നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്നത് കാണിക്കാൻ സാധിക്കും. എത്രയെത്ര യൂണിവേഴ്സിറ്റികൾ നമ്മൾ ഉണ്ടാക്കി, എത്രയെത്ര മഹാവ്യവസായശാലകൾ നമ്മൾ കൊണ്ടുവന്നു, എത്രയെത്ര പ്രൊജക്ടുകൾ നമ്മൾ വിജയിപ്പിച്ചെടുത്തു. കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ബഹുമാന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് കേരളത്തിന്റെ വ്യവസായ മന്ത്രിയായിരുന്ന കാലത്ത് കേരളത്തിൽ എത്ര വ്യവസായ സംരംഭങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ജിമ്മ് പോലെയുള്ള എത്ര പ്രസ്റ്റീജിയസ് ആയ പ്രൊജക്ടുകളെ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. ഇവർക്ക് എന്താണ്? ഇവർ അന്നും കല്ലെറിഞ്ഞു, ഇന്നും കല്ലെറിയുന്നു. നിങ്ങളെ ജീവിതം തന്നെ കല്ലെറിഞ്ഞു തീർക്കാനുള്ളതാണ്, നിർമ്മിക്കാനുള്ളതല്ല എന്ന് CPM-കാരെ ഞങ്ങൾക്ക് നല്ലോണം അറിയാം. നിങ്ങൾക്ക് ഈ പണിയേ പറ്റുള്ളൂ. എറിഞ്ഞുടക്കുക, വ്യക്തികളെ എറിഞ്ഞൊടുക്കുക, സംവിധാനങ്ങൾ എറിഞ്ഞൊടുക്കുക, സംഘടനകളെ എറിഞ്ഞൊടുക്കുക. എന്നാൽ നിർമ്മിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. UDF നിർമ്മിച്ച ചരിത്രമുള്ളവരാണ്, എല്ലാം നമ്മൾ നിർമ്മിച്ച ചരിത്രമുള്ളവരാണ്. ഇനിയും നമുക്ക് മുന്നോട്ട് പോകണം, ഈ നാടിനെ മുന്നോട്ട് നയിക്കണം. ഈ നാട്ടിൽ ഒരുപാട് പാവപ്പെട്ടവരുണ്ട്. നിങ്ങൾക്കറിയുമോ, ഞങ്ങൾ ഈ അടുത്ത ദിവസം സദ്ഗ്രാമം എന്ന് പറയുന്ന ഒരു പ്രൊജക്ടിന്റെ ഭാഗമായി നമ്മുടെ നിയോജകമണ്ഡലത്തിലെ നിരവധി കോളനികളിലൂടെ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഡെവലപ്മെന്റ് സ്റ്റഡീസ് PG സ്റ്റുഡൻസ് ഒരു സർവേ നടത്താൻ പോയി. 100 കണക്കിന് വീടുകളിൽ ഇപ്പോഴും കക്കൂസില്ല. നിങ്ങൾക്കറിയുമോ, 100 കണക്കിന് വീടുകളിൽ ഈ മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോഴും കക്കൂസില്ല. 100 കണക്കിന് വീടുകൾ ശ്മശാനം പോലെ പാതി പണി തീർത്ത് നിൽക്കുകയാണ്. എന്താ കാര്യം? SC/ST സമൂഹത്തിന് 6 ലക്ഷം രൂപ അവരുടെ വീട് നിർമ്മിക്കാൻ കിട്ടിയാൽ അവരുടെ വീട് നിർമ്മിക്കുന്നതിന് മുമ്പ് ആദ്യം വീട് പൊളിക്കണം. ആ വീട് പൊളിച്ച് അവർ പണി തുടങ്ങിയാൽ തറക്കുള്ള പൈസ കിട്ടും. ഈ സാധുക്കള്, പാവങ്ങള് വേറൊരു പൈസയും കയ്യിൽ കൂട്ടാനില്ല. ഇവിടെ ദളിത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി ഇരിക്കുകയാണ്, ഒരു നയാ പൈസയില്ല. എത്ര സ്മാരകങ്ങളാണ് പാതി വഴിയിൽ നിന്ന് പോയത്. വീടൊരു ലിൻഡലിന്റെ ഉയരാകുമ്പോഴേക്കും അവർ നിന്നു പോകും, വേറെ പൈസ കിട്ടുന്നില്ല. അപ്പൊ 6 ലക്ഷം തീർന്ന്. 6 ലക്ഷം തീർന്നാലുള്ള കുഴപ്പം എന്താണ്? ഈ സാധുക്കൾക്ക് അന്തിമയങ്ങാൻ വേറൊരു സ്ഥലവുമില്ല. അപ്പൊ എന്ത് ചെയ്യുന്നറിയോ? അപ്പുറത്തൊരു ഷീറ്റ് മറിച്ച് കെട്ടും. ഞങ്ങൾ സഞ്ചരിച്ച 358 കോളനികളിൽ നിന്ന് കണ്ടെത്തിയ വിവരങ്ങൾ അടുത്ത ദിവസം നമ്മൾ പുറത്തുവിടാൻ പോവുകയാണ്. നമ്മുടെ ഈ നിയോജകമണ്ഡലത്തിനകത്ത് നിങ്ങൾ ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ, നിങ്ങൾ ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾക്ക് ചോദ്യചിഹ്നമായി ഉയർന്നു നിൽക്കുന്ന സ്മാരക ശിലകൾ പോലെ നിൽക്കുന്ന അനവധിയായ സ്ഥാപനങ്ങൾ. മാറ്റം വേണ്ടേ? മാറ്റം കൊണ്ടുവരണ്ടേ? അതിനാണ് നമുക്ക് ഈ മുനിസിപ്പാലിറ്റി തിരിച്ചുപിടിക്കുക തന്നെ വേണം എന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട UDF-ന്റെ നേതാക്കളെ ഓർമ്മിപ്പിക്കുക. നമ്മൾ അതിന് മുന്നിട്ടിറങ്ങും. നമുക്ക് പഞ്ചായത്തിൽ തിരിച്ചു പിടിക്കണം. നമ്മുടെ ലക്ഷ്യം നാട്ടുകാർക്ക് നല്ല ജീവിതം കൊടുക്കണം, മെച്ചപ്പെട്ട ജീവിതം കൊടുക്കണം. എല്ലാ പാവപ്പെട്ടവന്റെയും മക്കൾക്ക് ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസത്തിനുള്ള അവകാശവും അർഹതയുമുണ്ട്. അവർക്കത് കിട്ടുന്ന വഴി പറഞ്ഞു കൊടുക്കണം. നമ്മൾ മറ്റൊന്നും ചെയ്തില്ലെങ്കിലും പറഞ്ഞു കൊടുത്താൽ മതി. ഇപ്പൊ നിങ്ങൾ നോക്കൂ, എത്ര സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കാണ് നമ്മുടെ കുട്ടികൾ CUET പരീക്ഷയും കടന്നു പോകുന്നത്. ഒരു കാലത്ത് മലപ്പുറം ജില്ലയെ കുറിച്ച് എന്താ പറഞ്ഞത്? കോപ്പി അടിച്ച് SSLC ജയിക്കുന്നവരുടെ നാട്. ഒരു മുൻ മുഖ്യമന്ത്രി പറഞ്ഞു വെച്ച് പോയ കാര്യമാണ്. ആ മുഖ്യമന്ത്രി ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. ആ മുഖ്യമന്ത്രി പറഞ്ഞത് മലപ്പുറം ജില്ലയിലെ കുട്ടികൾ പരീക്ഷ ജയിക്കുന്നത് കോപ്പി അടിച്ചാണ്. എന്നാൽ ആ കോപ്പി അടിച്ച് ജയിക്കുമെന്ന് പറഞ്ഞ മക്കളുടെ 3ാം തലമുറയാണ് ഇന്ന് CUET പാസ്സായി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി. നമ്മുടെ കുട്ടികൾ ഡൽഹിയിലാണ്, ഹൈദരാബാദിലാണ്, പോണ്ടിച്ചേരിയിലാണ്, ബനാറസിലാണ്, എല്ലാ യൂണിവേഴ്സിറ്റിയിലും മലപ്പുറത്തെ കുട്ടികളാണ്. എങ്ങനെ ഇതുണ്ടായി?
ഇതുണ്ടായത് ഞങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ മുന്നേറ്റത്തിന്റെ ഫലമാണ്. ഞങ്ങൾ നടത്തിയിട്ടുള്ള സൂക്ഷ്മമായ വളരെ മൈക്രോ ലെവലിലുള്ള ഇടപെടലുകളുടെ ഫലമാണ്. മലപ്പുറം ജില്ലാ പഞ്ചായത്തിന് വിജയഭേരി എന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ടായി അല്ലേ സൂഫിയക്ക? ആ വിജയഭേരി എന്ന് പറയുന്ന പദ്ധതി അന്ന് മലപ്പുറത്ത് SSLC ജയിക്കുന്നവരുടെ എണ്ണം വളരെ വളരെ കുറവായ കാലത്താണ് ഈ ജില്ലാ പഞ്ചായത്ത് അതിശക്തമായ ഒരു പ്രോജക്റ്റുമായി വരുന്നത്. ആ വിജയഭേരിയുടെ ഫലം എന്തായിരുന്നു? തോറ്റ് തോറ്റ് തൊപ്പിയിട്ട കുട്ടികളുടെ കാലത്ത് നിന്ന് ജയിച്ചു മുന്നേറുന്ന കുട്ടികളെ ഉണ്ടാക്കിയത് അന്നത്തെ മലപ്പുറം ജില്ലാ പഞ്ചായത്താണ്. അതൊരു തുടക്കമായിരുന്നു. അവിടെ നിന്ന് നമ്മൾ പിച്ച വെച്ച് മുന്നോട്ട് വന്നു. ഈ മലപ്പുറത്ത് ജീവിക്കുന്ന കുട്ടികളുടെ മതം നോക്കിയിട്ടല്ല, രാഷ്ട്രീയം നോക്കിയിട്ടല്ല, അവരുടെ കുടുംബ മഹിമ നോക്കിയിട്ടല്ല നാം പ്രവർത്തിച്ചത്. വിദ്യാഭ്യാസം ഒരു ജനതയ്ക്ക് ലഭിച്ചാൽ അവരുടെ ജീവിതത്തിന്റെ ശൈലി മാറും എന്ന ഉറപ്പായിരുന്നു നമുക്ക്. അതിൽ നാം വിജയിച്ചു. ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുത്തപ്പോ ഞങ്ങളിതാ ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നാസർ മാഷക്കറിയാം, അമ്മിനിക്കാട്ട് ഞങ്ങളൊരു പെൺകുട്ടിയെ ആദരിക്കാൻ പോയി. ചെയ്തുവിടെ ഉണ്ടല്ലോ, അമ്മിനിക്കാട് എന്ന് പറയുന്നത് നമ്മുടെ ഈ താഴക്കോട് പഞ്ചായത്തിലെ അമ്മിനിക്കാട്ട് ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് ഒരു സാധാരണ പെൺകുട്ടി IIM പാസ്സായിരുന്നു. അവൾ ആദ്യത്തെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ അവൾക്ക് 40 ലക്ഷം രൂപയാണ് അവളുടെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ, സാലറി, 1 ഇയർ പാക്കേജ്. നമ്മുടെ നാട്ടിലെ കുട്ടികളാണ്. വിജയഭേരിയില്ലാത്ത കാലത്ത്, പെൺകുട്ടികൾ ജയിക്കാത്ത കാലത്ത്, ആൺകുട്ടികൾ ജയിക്കാത്ത കാലത്ത് അവർക്ക് നിരന്തരമായി നൽകിയ ആ ഒരു വലിയ മാർഗദർശനം വിജയം കാണാൻ 10 വർഷവും 15 വർഷവും എടുത്തു. നമ്മളിപ്പോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ പ്രൊജക്ടുകളെ കുറിച്ച് നിങ്ങൾ വിമർശിക്കുന്നുണ്ടല്ലോ, നമ്മളിപ്പോ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അടുത്ത 10 വർഷം കഴിയുമ്പോ പെരിന്തൽമണ്ണയിൽ വിടരാൻ പോകുന്ന പൂക്കൾക്ക് വേണ്ടിയാണ്. തീർച്ചയായും അത് വിടരും. അന്ന് ഈ നാട്, അന്ന് നമ്മളിവിടെ ഉണ്ടെങ്കിൽ അന്നത്തെ കുട്ടികൾക്ക് ആ കണക്ക് അവർക്ക് പറയാൻ കഴിയുന്ന വിധം ഒരു രാഷ്ട്രീയമാണ് നമ്മൾ ഉണ്ടാക്കുന്ന രാഷ്ട്രീയം. അതിൽ CPM-കാരെ നിങ്ങളെ ഞങ്ങൾ മാറ്റി നിർത്തിയിട്ടില്ല. ഒരു CPM-കാരന്റെ മകളെയും ഞങ്ങൾ അതിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല. കാരണം നിങ്ങൾ കൂടി വിവരം വെച്ചാൽ നിങ്ങൾ ആ കൊടി വലിച്ചെറിയും എന്ന നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഇത് അപകടത്തിന്റെ കൊടി ഞങ്ങൾ പിടിക്കുന്നത്. നിങ്ങളെ കയ്യിൽ ഒരു പച്ചക്കൊടി കിട്ടിയാൽ, അല്ലെ കോൺഗ്രസിന്റെ ഒരു ത്രിവർണ്ണ പതാക കിട്ടിയാൽ നേരായ വഴിക്ക് നിങ്ങളെ കുട്ടികളും മാറും. ആ മക്കളെ രക്ഷിക്കാനും കൂടിയുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട്. നിങ്ങളുടെ രാഷ്ട്രീയം വളരെ ഡിസ്ട്രക്റ്റീവായ പൊളിറ്റിക്സാണ്. നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം മനുഷ്യനെ തകർക്കുന്ന രാഷ്ട്രീയമാണ്. ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം പ്രോഗ്രസീവായ രാഷ്ട്രീയമാണ്. നിങ്ങളാണ് വലിയ പുരോഗമനക്കാർ എന്ന് പറയുന്നത്, വലിയ പുരോഗമനക്കാർ. എന്നിട്ട് എന്തൊക്കെ മുദ്രാവാക്യാണ് നിങ്ങൾ ഈ പ്രകടനത്തിലൊക്കെ വിളിക്കാറുള്ളത്? സന്തോഷമുണ്ട്. DYFIയുടെ SFIയുടെ വളർച്ച കാണുമ്പോൾ സന്തോഷമുണ്ട്. നിങ്ങൾ ഓരോ ക്യാമ്പസുകളിലും നടത്തുന്ന ക്രൂരത എന്താണ്? എത്ര കുട്ടികളെയാണ് നിങ്ങൾ മൃഗീയം എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ പോലും പരിതപിക്കും. കാരണം നമ്മളിവിടെ പുലിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഈ മൃഗങ്ങളെ പോലും അങ്ങനെ പറയാൻ പറ്റില്ല. ആയിട്ടുള്ള കുറച്ചുകൂടെയൊക്കെ ഒരു മാന്യത ഉള്ള ആളുകളാണ്. എന്തൊരു പീഡനമാണ് നമ്മുടെ കുട്ടികൾ നേരിടേണ്ടി വരുന്നത് ക്യാമ്പസുകളിൽ. എങ്ങനെയാണ് സിദ്ധാർത്ഥ മരിച്ചത്? എങ്ങനെയാണ് മഹർ എന്ന് പറയുന്ന കുട്ടി അതിഭീകരമായി പീഡിപ്പിക്കപ്പെട്ടത്? നമ്മളുടെ ഇടയിൽ ഈ കഴിഞ്ഞ ദിവസമൊക്കെ പുറത്തു വന്ന വീഡിയോ നമ്മൾ കണ്ടില്ലേ? ആരാണ് പ്രതികൾ? ആരാണ് പ്രതികൾ? ഈ പ്രതികളാണ്, ഈ കുറ്റവാളികളാണ്. ഈ കുറ്റവാളികളെ മുഴുവനും നിങ്ങൾ സംരക്ഷിക്കാൻ നിൽക്കുകയാണ്. ക്യാമ്പസുകളിൽ ഇത് നടത്തുമ്പോ നിങ്ങൾ അതിനെ ന്യായീകരിക്കാൻ നിൽക്കുകയാണ്. ഞങ്ങളുടെ കുട്ടികൾ പഠിക്കാൻ ക്യാമ്പസിൽ വരുന്ന കുട്ടികളാണ്. നിങ്ങളുടെ കുട്ടികൾ കൊലയാളികൾക്ക് പഠിക്കാൻ ക്യാമ്പസുകളിൽ വരുന്ന കുട്ടികളാണ് എന്നതാണ് നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള മാറ്റം. പ്രിയപ്പെട്ടവരെ, നമ്മൾ മുന്നോട്ട് തന്നെ പോകും. നമുക്ക് ശക്തമായ അടിവേരുണ്ട്. ഒരു വിഷയം വന്നാൽ ഓടിയെത്താൻ UDF-ന്റെ പ്രവർത്തകന്മാരുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നത്തെ ഈ മഹാസമ്മേളനം എന്ന് അഭിമാനത്തോടെ ഞാൻ പറയുന്നു. നമ്മുടെ നാട്ടിലെ പ്രവർത്തകന്മാർ, നമ്മുടെ UDF-ന്റെ പ്രവർത്തകന്മാർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം കേരളം ആഗ്രഹിക്കുന്ന രാഷ്ട്രീയമാണ്. ഈ നാട് ആഗ്രഹിക്കുന്ന രാഷ്ട്രീയമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മളുടെ പ്രിയങ്കരായ 2 നേതാക്കൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്.
പ്രിയപ്പെട്ട ടി സിദ്ദീഖ്, ഒരുപാട് പ്രയാസപ്പെട്ടാണ് ഇന്ന് ഈ പൊതു സമ്മേളനത്തിലേക്ക് വരുന്നത്. കാരണം അദ്ദേഹം കോഴിക്കോട്ട് ഒരു പരിപാടി കഴിഞ്ഞ് നാളെ തിരുവനന്തപുരത്തേക്ക് അദ്ദേഹത്തിന് പോകേണ്ടതുണ്ട്. എന്നിട്ടും പെരിന്തൽമണ്ണയിലെ ഒരു പരിപാടിക്ക് ക്ഷണിച്ചപ്പോ അദ്ദേഹം ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഇങ്ങോട്ട് പുറപ്പെട്ടത്. അദ്ദേഹം ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം എത്രയും വേഗം ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ടി സിദ്ദീഖ് സാഹിബ്, നമുക്കെല്ലാവർക്കും അറിയാം, പുത്തുമലയിൽ നൂറുകണക്കിന് മനുഷ്യന്മാർ ഒഴുകിപ്പോയപ്പോ ആരോരുമില്ലാതെ ഹതഭാഗ്യരായി പോയ ആ മനുഷ്യർക്ക് മുമ്പിൽ ഊണും ഉറക്കവും ഇല്ലാതെ നിലകൊണ്ട ഒരു മനുഷ്യന്റെ പേരാണ് അഡ്വക്കേറ്റ് ടി സിദ്ദീഖ് MLA എന്ന് അഭിമാനത്തോടെ ഞാൻ പറയുന്നത്. അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ കൽപ്പറ്റയിൽ ഈ ദുരന്തത്തിന്റെ മുമ്പിലെത്തിയപ്പോ ആകെ പകച്ചിരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ കണ്ണ് ഉറങ്ങിയിട്ട് ദിവസങ്ങളായിരുന്നു, അദ്ദേഹത്തിന്റെ മുഖം തടിച്ചു വീർത്തിരുന്നു. ആ സങ്കടങ്ങൾക്കിടയിൽ അദ്ദേഹം പറഞ്ഞു, എനിക്കെങ്ങനെ ഉറക്കം വരാൻ? എനിക്കെങ്ങനെ ഉറക്കം വരാൻ? ഞങ്ങൾ പല ദിവസം അവിടെ പോയി. എല്ലാ മുക്കുമൂലയിലും സിദ്ദീഖ് സാഹിബ് ഉണ്ടായിരുന്നു. ഞാൻ പ്രിയപ്പെട്ട ടി സിദ്ദീഖ് സാഹിബിനോട് പറയാണ്, നിങ്ങൾ എടുത്തിട്ടുള്ള ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നിങ്ങൾ കാണിച്ചിട്ടുള്ള ആ തുല്യതയില്ലാത്ത, സമാനതകളില്ലാത്ത ആ പ്രവർത്തനമുണ്ടല്ലോ, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മനുഷ്യരാശിക്കുള്ള സംഭാവനയാണ് എന്ന അഭിമാനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ നാട് നിങ്ങൾക്ക് ചില പൂതിയൊക്കെ ഉണ്ട്. ആ പൂതി തകർത്ത് അറബിക്കടലിൽ സൂപ്പിയാക്കുകയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് പുതിയ ഐഡിയ കൊണ്ടുവരാണ്. MLA ലീഗും നമ്മൾ പ്രശ്നമാണ്. അസമാശ് MLA ലീഗും തമ്മിൽ പ്രശ്നമാണ്. പുതിയ നരേറ്റീവാണ്. UDF-ലാകെ കുഴപ്പമാണ്. പിന്നെന്താ പറഞ്ഞത്? നിങ്ങൾക്ക് പിന്നെ MLA പരിപാടികളൊന്നുമായിട്ട് ഞങ്ങളെ പാർട്ടിക്ക് ബന്ധമില്ല. എന്റെ പാർട്ടിയിൽ ആലോചിക്കാതെ ഒരു നടപടിയും ഒരു പദ്ധതിയും ഈ മണ്ഡലത്തിൽ കൊണ്ടുവന്നിട്ടില്ല, ഇനി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുമില്ല. എന്റെ പാർട്ടിയുടെ പിന്തുണയിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എനിക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രിയപ്പെട്ട നേതാക്കൾ നൽകുന്ന പിന്തുണയോളം ഒരു പിന്തുണയും എനിക്ക് വേറെ വേണ്ടതില്ല. എന്റെ മുന്നണി നൽകുന്ന പിന്തുണയോളം. ഈ പ്രശ്നം ഉണ്ടായപ്പോ ഞാൻ വിടില്ല. എന്റെ പ്രിയപ്പെട്ട UDF-ന്റെ നേതാക്കൾ നിമിഷങ്ങൾ കൊണ്ട് അതിന് വേണ്ട പരിപാടികൾ എടുത്തു. അന്ന് എന്റെ പ്രിയപ്പെട്ട UDF-ന്റെ സഹപ്രവർത്തകരെ, അന്ന് വൈകുന്നേരം നിങ്ങൾ കാണിച്ച ഐക്യദാർഢ്യമുണ്ടല്ലോ, അത് മതി എനിക്ക് ഏത് കടലും മുറിച്ചു കടന്ന് മുന്നോട്ട് പോകാൻ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർക്ക്, എന്റെ പ്രിയപ്പെട്ട UDF-ന്റെ പ്രവർത്തകർക്ക് എന്ത് പ്രതിസന്ധിയിലും എന്ത് പ്രയാസത്തിലും നിങ്ങളുടെ കൂടെ അടിയുറച്ചുണ്ടാകുന്ന ഒരു ജനപ്രതിനിധിയായി ഞാൻ ഉണ്ടാകുമെന്ന് മാത്രം വാക്ക് നൽകി എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ജയ്.